എല്ലാവർക്കും ദുഃഖാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദുഃഖാന നമുക്കെപ്പോഴും ഒരാത്മാഭിമാനത്തിൻ്റെ നിമിഷമാണല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തിരുമുറിവുകളെ നോക്കിക്കൊണ്ടുള്ള നമ്മുടെ പിതാവിൻ്റെ നിലവിളി, അത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടല്ലോ. തോമാസ് ലീഹായുടെ സാന്നിധ്യം ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇല്ലായിരുന്നു. എന്നാൽ ആണിപ്പഴുതുകൾ കാണണം എന്നുള്ള ശാഠ്യം അത് നിരസിക്കാൻ ഈശോയ്ക്ക് സാധിക്കുന്നില്ല. കാരണം ഈശോയെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ശിഷ്യനാണല്ലോ നമ്മുടെ പിതാവ് തോമാസ് ലീഹ. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്നല്ലേ തോമാസ് ലീഹ പറഞ്ഞത്. എത്ര ആഴമായൊരു സ്നേഹം! ആ വലിയൊരു സ്നേഹമാണല്ലോ നമ്മുടെ പിതാവിനെ ഈ കേരളക്കരയിലും എത്തിച്ചത്. ഭാഷ അറിഞ്ഞുകൂടാ, സാഹചര്യങ്ങൾ അറിഞ്ഞുകൂടാ, വ്യത്യസ്തമായൊരു നാട് എന്തൊരു വലിയൊരു പ്രേക്ഷിത ചൈതന്യത്തോടുകൂടി ഭാരതത്തിലെത്തി നമുക്ക് സുവിശേഷം പങ്കുവെച്ചു തന്നു. 2000 വർഷം ആ വലിയൊരു പാരമ്പര്യം സ്വന്തമാക്കിയവരാണ് നാം. നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമാണ് നമ്മുടെ പിതാവിൻ്റെ തിരുനാൾ, ദുഃഖാന തിരുനാളിൽ മാർ വാലാഹ് നമുക്കും പറയാൻ സാധിക്കണം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തോമാസ് ലീഹ പറഞ്ഞതുപോലെ ആ സ്നേഹത്താൽ ജ്വലിക്കാൻ നമുക്ക് കഴിയണം. നമുക്കതിന് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും നമുക്ക് ലഭിക്കും. നമ്മുടെ സമുദായ ശക്തീകരണ വർഷമാണല്ലോ ഇത്. 2000 വർഷം നമ്മുടെ സമുദായത്തെ ദൈവം എത്ര ഭംഗിയായിട്ട് കാത്തു പരിപാലിച്ചു. തോമാസ് ലീഹായുടെ വലിയ മാധ്യസ്ഥ്യം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ സമുദായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ നിന്നുകൊണ്ട് ശക്തിപ്പെടുത്തണം. കൂട്ടായ്മയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദുഃഖാന തിരുനാളിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. മാർ വാലാഹ് തോമാസ് ലീഹ പങ്കുവച്ച, നിലവിളിച്ച വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. കൂട്ടായ്മയിൽ, കുടുംബ ബന്ധങ്ങളിൽ ശക്തിപ്പെട്ടുകൊണ്ട്, നമ്മുടെ ഇടവകയോടുള്ള കൂട്ടായ്മയിൽ ശക്തിപ്പെട്ട്, രൂപതയോടുള്ള കൂട്ടായ്മയിൽ, നമ്മുടെ സീറോ മലബാർ സഭയോടുള്ള കൂട്ടായ്മയിൽ ശക്തിപ്പെട്ടുകൊണ്ട് നമുക്ക് തോമാസ് ലീഹായുടെ മാതൃക പിൻചൊല്ലാം. തോമാസ് ലീഹായെപ്പോലെ അവൻ്റെ തിരുമുറിവുകൾ നോക്കി നമുക്കും വിളിച്ചു പറയാം ഓരോ നിമിഷവും, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തോമാസ് ലീഹായുടെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം. നമ്മെ ശക്തിപ്പെടുത്തുന്നതിന്, ആത്മീയമായിട്ട് വളരുന്നതിന്, കൂടുതൽ കരുത്തോടെ കൂട്ടായ്മയിൽ മുന്നേറുന്നതിന് അനുഗ്രഹം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തോമാസ് ലീഹായുടെ മാധ്യസ്ഥ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ.